നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോഴും 2 ദിവസമായിട്ട് കേൾക്കുന്ന ഒരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേജർക്കെതിരെ സാമ്പത്തിക തട്ടിപ്പിന് കേസ് എടുത്തിട്ടുണ്ട് എന്ന്. അപ്പോഴേ ഞാൻ എല്ലാ ന്യൂസ് ചാനലിലും നോക്കി, എല്ലാവരും ആ ഒരു വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട്. പക്ഷേ മേജർ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോഴേ മേജർ ഏതോ ഒരു ചാനലിൽ, എനിക്ക് തോന്നുന്നു മറുനാടനാണെന്നാണ് തോന്നുന്നത്, ആ ഒരു ചാനലിൽ മാത്രം വന്നിട്ട് അദ്ദേഹത്തിന് പറയാനുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ആ പറയുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പറയുന്നത് നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം ന്യായീകരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെറിയൊരു ക്ലിപ്പിംഗ് കാണിച്ചേരെ, അത് നിങ്ങൾ ശ്രദ്ധിച്ചോളണം. എസ്റ്റാബ്ലിഷാണ്. ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് പോലും ഒരുത്തിനെ 5 പൈസ ഞാൻ വാങ്ങിച്ചില്ല എന്നുള്ളത് കൊണ്ട് ഞാനിങ്ങനെ ദാനം ധർമ്മം ചെയ്തു. പക്ഷേ ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ ഒന്ന് മനസ്സിലാക്കും, ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന ചാരിറ്റിയിൽ നിന്നായിരിക്കും ചിലപ്പോൾ വക്കീലിന് ഫീസ് കൊടുക്കുന്നത്. അതാണ് പറഞ്ഞത്. അതായത് നിങ്ങൾ ഇതേപോലെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ പാവങ്ങൾക്ക് കിട്ടുന്ന പൈസയാണ് ഇല്ലാതാകുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. ഞാനിങ്ങനെ പലത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓരോ കേസ് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ പാവങ്ങൾക്ക് കൊടുക്കുന്ന പൈസയിലെ ഞാൻ കൊടുക്കേണ്ടത്. എൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കാൻ പറ്റുമോ? ഇതാണ് മേജർ സാറ് പറയുന്നത്. അതായത് നിങ്ങൾ ഒരു കാരണവശാലും ആരും കേസ് കൊടുക്കരുത്, ഒരു പ്രശ്നത്തിനും പോകരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ പാവങ്ങൾക്ക് കൊടുക്കേണ്ട പൈസയാണ് അതിൻ്റെ അകത്തുനിന്ന് എനിക്ക് കൊടുക്കേണ്ടത്. ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾ എല്ലാവരും മിണ്ടാതിരിക്കണം, കാരണം ഞാൻ പാവങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. ഇതാണോ ഉദ്ദേശിച്ചത്? അതുപോലെ തന്നെ വേറൊരു കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാളെ പറ്റിച്ചു എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ പോയപ്പോഴേ അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചുപോയി പോലും. അപ്പോൾ അച്ഛൻ മരിച്ചപ്പോഴേ ഈ മേജർ സാറ് ചോദിച്ചോളും നമുക്ക് എല്ലാവരെയും അറിയിക്കണ്ടേ എന്ന്. അപ്പോൾ ഈ മകൻ പറഞ്ഞു പോലും വേണ്ട എന്ന്. അപ്പോൾ ഇതെന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നതെന്ന് അന്നേരം അദ്ദേഹത്തിന് മനസ്സിലായില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ അമ്മ പറഞ്ഞു പോലും, മോനെ എനിക്കൊരു 5000 രൂപ വേണം, ഞാനിവിടെ പട്ടിണിയാണെന്ന്. അതെന്താ അമ്മേ, നിങ്ങളുടെ മകൻ തരില്ലേ എന്ന് ചോദിച്ചപ്പോഴേ ഈ അമ്മ പറയുകയാണ് പോലും, 10 വർഷമായിട്ട് ഞങ്ങളെ കിഡ്നാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന്. അല്ല, എന്താണോ കേൾക്കുന്നത്? 10 വർഷമായിട്ട് കിഡ്നാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന്. ഇത് ഏടിയടോ സ്ഥലം? ഇത് ഏതാ സ്ഥലമോ? കേരളം തന്നെയല്ലേ? കേരളം തന്നെയല്ല, അല്ല ഇന്ത്യ തന്നെയല്ലേ ഇത്? എനിക്ക് സംശയമായിരുന്നു എന്തൊക്കെയാ ഇങ്ങനെ പറയുന്നത്. ഏതായാലും ആ ഒരു സംഭവം കൂടി നമുക്ക് കേട്ടിട്ട് വരാം. 2 ലക്ഷം 3 ഇതും കൂടെ വരുന്ന 2 ലക്ഷത്തോളം രൂപ 1.80 ഞാൻ ഇവനായിട്ടുള്ള തന്നു. പക്ഷെ ഇവൻ്റെ അടുത്ത് ഞാൻ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ പേര് കണ്ടുപഠിക്കണം. കാരണം എന്ന് വെച്ചാൽ ചാൾസ് ശോഭരാജിനെ പിടിച്ചത് ഗോവയിൽ നിന്നാണ്. ചിലപ്പോൾ അവൻ്റെ ഇവരുടെ സെക്രട്ടറി, കമ്പനി സെക്രട്ടറി നോക്കി, നിങ്ങളുടെ കമ്പനി സെക്രട്ടറി ഒന്നുമില്ല. ഇവനെപ്പോലെ ഫ്രോഡ് കളിക്കണമെങ്കിൽ ഇവനെപ്പോലെ കണ്ടുപഠിക്കണം. കാരണം എന്ന് വെച്ചാൽ ചാൾസ് ശോഭരാജിനെ പിടിച്ചത് ഗോവയിൽ നിന്നാണ്. ചിലപ്പോൾ അവൻ്റെ അടുത്ത് ഇവൻ ട്രെയിനിങ് വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും. എന്തൊക്കെയാണോ പറയുന്നത്? ഇയാൾ എന്താ പറയുന്നത്? ചാൾസ് ശോഭരാജാ? അയ്യോ, സത്യം പറയല്ലോ, മോഹൻലാലിൻ്റെ സിനിമ കണ്ടിരട്ടാ, മോഹൻലാലിൻ്റെ സിനിമ കണ്ടിരി. എൻ്റെ സാറേ, നിങ്ങൾ ഇത് രാവിലെ മുതൽ ഏഷ്യാനെറ്റ് അതുപോലെ തന്നെ എല്ലാ ചാനലുകളും വിടുന്ന കേസുണ്ട്, അതിനെപ്പറ്റി വല്ലതും സംസാരിക്കുക. ഈ ചാൾസ് ശോഭരാജും ഇവൻ്റെ സ്വന്തം അമ്മയെന്നും പറഞ്ഞു നടന്നിരുന്ന ഈ ഏനാത്തുകാരി ഒരു സ്ത്രീയുണ്ട്. ഒരു വീട്ടിലായിരുന്നു അമ്മയും അച്ഛനും. അച്ഛൻ മരിച്ചു. അപ്പം നമ്മളെല്ലാം ഒരു അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അറിയിക്കില്ലേ? ഞാനിത് അറിഞ്ഞിട്ട് വരോട് അത് പ്രശ്നമില്ല, അതൊന്നും ആരെയും അറിയിക്കണ്ട. അപ്പോഴേ മനസ്സിലായത് എന്തോ ഫ്രോഡ്. അവസാനം ഇവൻ ഈ ഫ്രോഡ് മുങ്ങുന്നതിന് മുന്നെയാണ് ഈ അമ്മ എന്നെ വിളിച്ചിട്ട് 5000 രൂപ എൻ്റെ അടുത്ത് കടം വാങ്ങിച്ചു. മോനെ, ഞാനിവിടെ പട്ടിണിയാണ്, എന്നെ നോക്കുന്നില്ല. അപ്പം നിങ്ങളാര്? ഒന്നുമല്ല, ഇവനൊരു 10 വർഷം മുന്നേ ഞങ്ങളുടെ വീട്ടിൽ കയറി വന്നിട്ട് ഞങ്ങളെ നോക്കാമെന്നും പറഞ്ഞിട്ട് ഞങ്ങളെ കിഡ്നാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. എങ്ങനെയുണ്ട്? ഇന്നവനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? 10 വർഷമായിട്ട് ഒരു അമ്മയെയും അച്ഛനെയും ഒരുത്തൻ നോക്കാമെന്ന് പറഞ്ഞിട്ട് കിഡ്നാപ്പ് ചെയ്ത് നോക്കൂലും. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന കേട്ടോ. ഞാൻ ഇതുവരെ ഇങ്ങനെയൊരു ആളെ ഞാൻ കണ്ടിട്ടില്ല. എന്തെങ്കിലും പറയുന്നതിനൊരു ലോജിക്ക് വേണ്ടേ? അല്ല, നിങ്ങളൊന്ന് പറ. എടോ, കേരളത്തിലല്ല, ഇനി എവിടെയായാലും ആർക്കാണോ കിഡ്നാപ്പ് ചെയ്ത് വെക്കാൻ പറ്റുക? ഒന്നും വേണ്ട, ഈ കിഡ്നാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോഴെങ്കിലും ഇങ്ങേർക്ക് അവരെയും കൂട്ടി പോയിട്ട് ഒരു പെറ്റീഷൻ കൊടുക്കാൻ പറ്റൂലേ? ആരെയാ പൊട്ടനാക്കുന്നത്? നമ്മളെല്ലാം തിന്നുന്നത് നമ്മൾ തിന്നുന്നതും ചോറല്ലേ? അല്ല, നമ്മൾ വേറെ എന്തെങ്കിലും ആണോ തിന്നുന്നത്? ഈ മേജറെ വിചാരം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനെന്തോ വലിയൊരു സംഭവമാണെന്നാണ് ഇങ്ങനെയുടെ വിചാരം. അതാണ് മെയിൻ പ്രശ്നമായിരുന്നത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരുണ്ട്, മേജറായിട്ടുണ്ട്, കേണലും, ഇങ്ങനെയുള്ള ഒരുപാട് ആർമിക്കാരുണ്ട്. എന്തിനധികം പറയുന്നത്, നമുക്ക് ആർമിയിൽ ജോലി ചെയ്യുന്ന എല്ലാവരോടും സ്നേഹവും ബഹുമാനവും തന്നെയാണ്. പക്ഷേ ഈ മേജർ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇദ്ദേഹത്തെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, അത് ചിലപ്പോൾ പട്ടാളക്കാരനായിരിക്കും, അപ്പോഴും പറയും ഓൻ അരിവെപ്പുകാരനാണ്.
ഓൻ അരിവപ്പുകാരനാണ്. ഓൻ 5 കൊല്ലം സർവീസും കഴിഞ്ഞിട്ട് വന്നിട്ട് ഇവിടെ വന്ന് അരിയും വെച്ചിട്ട് ഓൻ കുശിനിക്കാരനാണ്. ഓൻ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പെൻഷൻ വാങ്ങിച്ച് പോക്കറ്റിലിട്ടിട്ട് കുപ്പി മേടിച്ചിട്ട് വിൽക്കലാണ്. ഇങ്ങനെയാ പറയുക. അതായത് അവരെ അങ്ങ് തേജോവധം ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിനിടയ്ക്ക് ഞാൻ കണ്ടു, ഇതിനിടയ്ക്ക് ഏതോ ഒരു പിന്നെ ആരോ കേസിന് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ വീട് ഞാൻ വിറ്റിട്ടെങ്ങും പൈസ മേടിക്കുന്നതാണ് പറയുന്നത്. എന്തൊരു മനുഷ്യനാണ്. ഇപ്പോഴും പറയുന്നുണ്ട് ഞാൻ വക്കീൽ നോട്ടീസ് 4 അയച്ചു എന്നൊക്കെ പറഞ്ഞത്. ആയിരിക്കെല്ലാം എന്ന് എനിക്കറിയില്ല. അല്ല, ഈ ഒരു വാർത്ത തെറ്റാണെങ്കിൽ ആ ചാനലുകാരോട് പറഞ്ഞൂടെ, എടോ ഈ വാർത്ത തെറ്റാണ്, നിങ്ങളിങ്ങനെ വാർത്ത കൊടുക്കല്ലേ എന്ന്. അതുമാത്രവുമല്ല, ഇദ്ദേഹം BJPയുടെ വൈസ് പ്രസിഡൻ്റ് എന്തോ ആണ്. അപ്പോൾ എങ്ങനെ കളിച്ചു കഴിഞ്ഞാലും നമ്മളെ ഏഷ്യാനെറ്റിൽ വിളിച്ചു പറയാലോ. ഏഷ്യാനെറ്റിൽ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ വാർത്ത നിർത്തൂലേ, ഇല്ലെങ്കിൽ അവർ തിരുത്തി കൊടുക്കൂലേ? കാരണം എന്താണെന്ന് വെച്ചാൽ ഏഷ്യാനെറ്റ് ആരതാ തിരുവനന്തപുരത്ത് മത്സരിച്ച നമ്മുടെ എന്താ പറയേണ്ടത്, അദ്ദേഹത്തിൻ്റെ പേരെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. എന്നാൽ രാജീവ് ചന്ദ്രശേഖരൻ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു വ്യക്തിൻ്റെയാണ്. അപ്പോൾ അത്രയും ബന്ധമുള്ള ഒരാൾക്ക് ആ ഒരു ചാനലിൽ വിളിച്ച് പറഞ്ഞൂടെ അത് പിന്നെ നുണയാണ്, വാർത്ത നുണയാണ്, അവനെന്നെ പറ്റിച്ചതാണെന്ന്? ഇതൊന്നുമല്ല. പിന്നെ മറ്റൊരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ 10-12 കോടിയൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. എന്തെന്നാ പറയുന്നത്? 10-12 കോടി ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. ലാലേട്ടൻ വരെ പൈസയിലായിട്ട് 25 ലക്ഷം കൊടുത്തിരിക്കുന്നത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. 25 ലക്ഷമാണ് അങ്ങേര് വരെ കൊടുത്തിരിക്കുന്നത്. എന്തോ പറഞ്ഞ ഞങ്ങൾ വിശ്വശാന്തി ഫൗണ്ടേഷനാ, അത് 3 കോടി കൊടുത്തിട്ടുണ്ട്. അത് ലാലേട്ടൻ്റെ ഒറ്റയ്ക്കുള്ള വിഷയമല്ലല്ല. അത് പിന്നെ എനിക്ക് തോന്നുന്നു അത് ഇദ്ദേഹം തന്നെ പറഞ്ഞത് ഏതോ ഒരു പിന്നെ ഇൻ്റർവ്യൂവിൽ. അത് പിന്നെ എന്താ വെച്ചാൽ ജനങ്ങൾ വേറെ ആൾക്കാരെല്ലാം കൊടുക്കുന്നുണ്ട് അതിൻ്റെ അകത്ത്. ആ ഒരു പൈസ അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംയുക്ത മേനോൻ എന്ന് പറയുന്ന നടി കൊടുത്തിട്ടുണ്ട് 3 ലക്ഷം. അങ്ങനെ ഒരുപാട് ആൾക്കാർ കൊടുത്ത പൈസ എന്നാണ് തോന്നുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തോ ഒരു വലിയ സംഭവമാണ്, ഞാനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആൾ. അതായത് എൻ്റെ ദൈവത്തിനെ വിമർശിച്ചു കഴിഞ്ഞാൽ അവനെ ആരായിക്കഴിഞ്ഞാലും ഞാൻ പോയിട്ട് അവൻ്റെ ഇത് തീർക്കും എന്നൊക്കെ പറയാൻ ഇദ്ദേഹം ഇദ്ദേഹം ആരാ? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇദ്ദേഹം ഒരു മിലിറ്ററിക്കാരനാണെങ്കിൽ ആ ഒരു റെസ്പെക്റ്റ് നമുക്കുണ്ട്. അല്ലാതെ അതും കൊണ്ടുവന്നിട്ട് രാഷ്ട്രീയവും കളിച്ച് പിന്നെ അതുപോലെ തന്നെ എന്താ പറയേണ്ടത്, സിനിമ എടുത്തിട്ട് എൻ്റെ സിനിമ എല്ലാവരും കാണണം. ഏതെങ്കിലും ഒരു സിനിമയുണ്ടാ? ഈ കീർത്തി ചക്ര എന്ന് പറഞ്ഞ സിനിമയല്ലേ വിജയിച്ചിട്ടുള്ളൂ. അതെങ്ങനെയാണ് വിജയിച്ചിന്? ആ അസോസിയേറ്റ് ഡയറക്ടർ പവറാന്ന് നടന്നത്. അല്ലാതെ ഇയാൾ കീടുന്നെങ്കിൽ സിനിമ അറിയോ? ഇയാൾ വേറെ ഏതെങ്കിലും ഒരു സിനിമ ഇയാൾക്ക് വിജയിച്ചിട്ടുണ്ടോ? എത്ര നടന്മാരെ എത്ര പിന്നെ നിർമ്മാതാക്കളെ കാശ് കളഞ്ഞിട്ടുണ്ട്? ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഏതെങ്കിലും സിനിമ വിജയിച്ചിട്ട് നിങ്ങളൊന്ന് പറ. കീർത്തി ചക്ര ഓക്കെ, വേറെ ഏത് സിനിമയാണ് വിജയിച്ചതില്ലേ? ഈ മറ്റേ ശിക്കാരി ശംഭുവിൻ്റെ കഥ പറഞ്ഞ പോലെയാണെങ്കിൽ എങ്ങനെയോ ഒരു സിനിമ വിജയിച്ചു, അവിടെ ഞാൻ സിനിമാക്കാരനായി, അത്ര തന്നെ. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉള്ള കാര്യം പറയാം, ഇങ്ങേരോട് ഒരുപാട് റെസ്പെക്റ്റും സ്നേഹമെല്ലാം തോന്നിയൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങേരുടെ ഈ പിന്നെ ആ വർത്തമാനത്തിൽ ഒരുപാട് എന്താ പറയുക പോരായ്മകളുണ്ട്. അതാണ്, ഒരുപാട് പോരായ്മകളുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ലാലേട്ടനെ പോലും ജനങ്ങൾ കുറേശ്ശെ ഇഷ്ടം കുറഞ്ഞു വരുന്നത് ഇദ്ദേഹത്തെ പോലെയുള്ള ആൾക്കാരെ കൂട്ടി നടക്കുന്നതുകൊണ്ടാണോ എന്ന് സംശയമുണ്ട്. അതായത് ഇദ്ദേഹം പിന്നെ എന്താ പറയണ്ടത്, ഇദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വഭാവം, ആ ഒരു രീതി, ഇതൊക്കെ പിടിക്കുന്ന ആൾക്കാരുണ്ടാവും. അതായത് ഈ പിന്നെ വർത്തമാനമൊക്കെ പിടിക്കുന്നതും ആൾക്കാർക്ക് നല്ല നമുക്കിഷ്ടമാണ്, മേജർ കി ജയ് എന്നെല്ലാം പറയുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ എനിക്ക് എന്താ അറിയില്ല, ഇങ്ങേരുടെ ആ ഒരു എന്താ പറയേണ്ടത് ഒരു പിന്നെ അതായത് ഒരു ഭയങ്കരമായിട്ട് ഇങ്ങനെ വേറെ എന്തിനെയോ സ്നേഹിക്കുന്നത് പോലെയാണ്. അതാണ് ഇങ്ങനെയെന്ന് പറയുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നാൾ ഒരു പ്രാവശ്യം കണ്ടു. അതായത് ഇദ്ദേഹത്തിന് ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രാവശ്യം ഇദ്ദേഹം കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് വന്നിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോഴും പറയുന്നത് ഞാൻ BJP ആണെന്ന്. കുറേ നാൾ മുമ്പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് കോടിയേരി ബാലകൃഷ്ണൻ പേരായിട്ട് ബന്ധമുണ്ട് എന്നെല്ലാം പറയുന്നതാണ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ ബിനീഷിന് എപ്പോഴും ചാൻസ് കൊടുക്കും. അതായത് എല്ലാ വെള്ളത്തിലും ഇങ്ങനെ എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽന്നിട്ട് എനിക്ക് അവരുമായിട്ട് ബന്ധം, ആ ഒരു ടൈപ്പ്. അതായത് എല്ലാവരും തുല്യരാണ്, അല്ലെങ്കിൽ എനിക്ക് എല്ലാവരും വേണം, അങ്ങനെ ഒരു അഭിനയം കാഴ്ചവെക്കുക. എനിക്കെല്ലാവരും വേണം, ഞാൻ ഭയങ്കര ഡീസൻ്റാണ്, എൻ്റെ പാർട്ടി BJP ആണ്, പക്ഷേ എനിക്കെല്ലാവരും വേണം, ഞാൻ അങ്ങനെയാണ്, അതുകൊണ്ട് തന്നെ അവരുമായിട്ട് ഭയങ്കര സൗഹൃദമാണ്. അങ്ങനെ ഒരു ജനങ്ങളുടെ ഇടയിൽ ഒരു ഇതുണ്ടാക്കിയെടുക്കലാണ് ഈ മഹാൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഉള്ള കാര്യം പറയാലോ. അല്ലാതെ ഈ കള്ളക്കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പിന്നെ അവരുടെ അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെ 10 വർഷമായിട്ട് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാരിറ്റിക്ക് കൊടുക്കേണ്ട പൈസ ഒന്ന് കുറയുക. ആരെങ്കിലും അങ്ങനെ പറയുമോ?
നിങ്ങൾ ആരും കേസ് കയറുക. അങ്ങനെയാണെങ്കിൽ ഈ കുറ്റവാളികൾക്കെല്ലാം പറഞ്ഞൂടെ എന്നെ വെറുതെ വിടണം, ഞാൻ ചാരിറ്റിക്ക് കൊടുത്തോളാം. ഇല്ലെങ്കിൽ ഈ തട്ടിപ്പ് നടത്തുന്ന കുറേ ആൾക്കാരുണ്ട്, അവർക്കെല്ലാം പറഞ്ഞൂടെ കേസ് കൊടുക്കരുത്, ആ പൈസ ഞാൻ ചാരിറ്റിക്ക് കൊടുത്തോളാം, അങ്ങനെ പറഞ്ഞൂടെ? ഇതിങ്ങനെ വന്നിട്ട് എനിക്കെന്താ അറിയില്ല കേട്ടോ. എനിക്ക് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു എന്താ പറയേണ്ടത്, സിന്ധു സൂര്യകുമാറിനെ തുപ്പുന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടൊന്ന് ഭീഷണിപ്പെടുത്തിന് ആ ഒരു കാലത്ത്. പക്ഷേ ഇപ്പോഴൊന്നും അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ പുറകിൽ എന്തോ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞ പോലെ എന്തോ ദൈവങ്ങളെ പറഞ്ഞു എന്നാണ് പറയുന്നത്. ഉള്ള കാര്യം ഞാൻ പറയാലോ, ദൈവം എന്ന് പറഞ്ഞ് എല്ലാവരും ഒരാളെ സ്വന്തമൊന്നുമല്ല. ദൈവത്തിൻ്റെ പിന്നെ എന്താ പറഞ്ഞാൽ എന്നെ നോക്കണം ഇല്ല എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും എഴുതി കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഈ ദൈവത്തിൻ്റെ ആൾ ഞാനാണ്, ഈ ദൈവത്തിന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആരും എഴുതി കൊടുത്തിട്ടൊന്നുമില്ലല്ലോ. ദൈവം എന്ന് പറഞ്ഞാൽ നമ്മളത് എല്ലാം നടന്നത്, എല്ലാവരും നടന്നത്, പ്രപഞ്ചത്തിലുള്ള എല്ലാവർക്കും ആണ്. ഏത് ദൈവത്തിൽ വേണമെങ്കിലും വിശ്വസിക്കാം, ഏത് ദൈവത്തിൽ വേണമെങ്കിലും വിശ്വസിക്കാതിരിക്കാം. അതാണ് നമ്മളെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇങ്ങേരുടെ കേസ് നുണയാണെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുക, മറ്റുള്ള ചാനലുകൾക്ക് പോയിട്ട് പറയുക എൻ്റെ സഹോദരന്മാരെ കേസ് പിൻവലിക്കുകയാണ്, ഇല്ലേ കേസ് ഇല്ല അത് പറയാം. അല്ലാതെ വെറുതെ എവിടെയെങ്കിലും കിടന്നിട്ട് ഇതുപോലെ വിളിച്ച് പറയരുത്. അത്രയും എനിക്ക് പറയാനുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.